നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഭാസ്കറിന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു തൻ്റെ മകൻ സുഭാഷിന്റെ വിവാഹം ഗംഗാധരൻ മുടക്കിയത്. തൻ്റെ ചേട്ടനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരുന്ന വിവാഹാലോചനയൊക്കെ മുടക്കുവാണ്. അപ്പം ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ എന്ത് വേണം, ഭാസ്കരന് അവിടെ അടുത്തുള്ളൊരു പെട്ടിച്ചായക്കടയിലേക്ക് വരുവാണ്. അവിടെ ഉണ്ടായിരുന്ന ഗംഗാധരൻ ഇരിപ്പുണ്ടായിരുന്നു. ഗംഗാധരനെ കണ്ടതും ഭാസ്കരൻ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് നാണമില്ലേടാ എൻ്റെ മകൻ്റെ കല്യാണം മുടക്കാനായിട്ട്? ഒന്നും രണ്ടും അല്ല, എത്ര വിവാഹം നീ മുടക്കിയിരിക്കുന്നത്? അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ഞാൻ മുടക്കുന്നതാണോ? നിന്റെ മക്കളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ, ആദ്യം നീ നന്നാവാൻ നോക്കടാ, എന്നിട്ട് മക്കൾക്ക് പെണ്ണാലോചിക്കുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോടുള്ള ദേഷ്യം എൻ്റെ കുടുംബത്തിൽ ചേർത്ത് കളിച്ചാണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടുതല, കൊന്ന് കളയത്തുള്ളൂ. ആഹാ, അങ്ങനെ ഒന്നും കാണട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്യണം, ഗംഗാധരനെ തല്ലാനായിട്ട് ഭാസ്കരൻ ചെന്നു. അപ്പോഴേക്കും ആൾക്കാരൊക്കെ ചുറ്റും കൂടി ഭയങ്കര ബഹളമായി. ഗംഗാധരൻ പറഞ്ഞു, എടാ നാണം ഉണ്ടോടാ നിനക്ക്? സ്വന്തം ഭാര്യയെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയവനല്ലേ നീ, എന്നിട്ടാണ്ടാ നീ ഈ വാചകം അടിച്ചോണ്ട് വന്നിരിക്കുന്നേ. ദേ നീ കണ്ടോടാ ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിക്കൊല്ലുന്നേ, ദേ നിന്നെ ഞാൻ കൊല്ലൂടാന്നും പറഞ്ഞോണ്ട് ഭാസ്കരൻ ഗംഗാധരനെ നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടെ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഗംഗാധരൻ ശരിക്കും പേടിച്ചു പോയി, ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഭാസ്കരൻ പറഞ്ഞു, നീ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ കാര്യം നടക്കില്ല, അതിന് നിന്നെ കൊല്ലാനും എനിക്ക് തയ്യാറാ. എൻ്റെ മക്കളുടെ ജീവിതം എനിക്ക് വലുത്, അറിയാലോ, എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഇപ്പം ഞാൻ ജീവിക്കുന്നത്. അതൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ വന്നിരിക്കുന്നു, നാണമുണ്ടോടാ? 24 മണിക്കൂറും കള്ളും കുടിച്ച ബോധമില്ല നീ നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. അതും പറഞ്ഞ് ഗംഗാധരൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഭാസ്കരന് സഹിച്ചില്ല. എടാ നിന്നെ ഞാൻ കാണിച്ചാരടാന്ന് പറഞ്ഞ് പറയുന്നൊരു കല്ലെടുത്തിട്ട് എറിയുവാണ്. അയാളുടെ കാലിനിട്ട് കൊണ്ടു. അയാൾ തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞു, നിനക്കിട്ടേം വെച്ചിട്ടാണ് നീ എൻ്റെ കയ്യിലേക്ക് വരും. അപ്പോഴേക്കും ചായക്കടക്കാരൻ രാജൻ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ ചേട്ടനോ എന്നെയും തല്ലുവോ കൊല്ലുവോ എന്ത് വേണം ചെയ്തോ, അത് പിന്നെ എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ ഈ കടയുടെ മുന്നിൽ വെച്ച് അത് വേണ്ട. എന്താടാ, കടയുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ സാക്ഷിമൊഴി പറയാനൊന്നും പറ്റില്ല. അത്യാവശ്യം എങ്ങനെയാലും ഇച്ചിരി ചായ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ജീവിച്ചു പൊക്കോട്ടെ. ഓഹോ, അപ്പം നിന്റെ കടയുടെ മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കി നീ എന്ത് ചെയ്യൂടാ? അല്ലെങ്കിൽ നീ അവൻ്റെ ഭാഗത്താണല്ലോ. നീ കുറച്ചാൾ കളിക്കുന്നുണ്ട്. ദേ ഭാസ്കരേട്ടാ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്ത് ചെയ്യൂടാ? പിന്നെ നിങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് നിങ്ങളുടെ മക്കളുടെ കല്യാണം മുടങ്ങുന്നേ, അതിന് അയാളുടെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. എന്താടാ നീ പറഞ്ഞേ? അങ്ങനെ രാജനെ തല്ലാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കാണ് സുഭാഷ് ആ വഴി വരുന്ന പണി കഴിഞ്ഞ് സുഭാഷ് കണ്ടത്. സുഭാഷ് ഓടി വന്ന് പിടിച്ചു മാറ്റുവാണ്. പിന്നീട് ഭാസ്കരനോട് പറഞ്ഞു, അച്ഛൻ എന്ത് പരിപാടി കാണിക്കുന്നത്? ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു വിളിച്ചു മാറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകണം. ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്, ഞങ്ങൾ എങ്ങനെയാലും ജീവിച്ചു പോയിക്കോട്ടെ. അറിയാലോ ഞങ്ങളുടെ ജീവിതത്തിൽ കൈകെടുത്താൻ വരില്ല, അല്ലെങ്കിൽ തന്നെ അച്ഛൻ കാരണം മനുഷ്യ ഒരു സമാധാനമില്ല. ഇപ്പം കണ്ടില്ലേ ഈ കവലയെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ. നാളെ എനിക്കെന്നല്ല സുധീഷിനോ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒരു ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബക്കാരെ കുറിച്ച് എന്ത് പറയും? ആണുങ്ങളെ കുടുംബത്തിലുള്ളൊന്ന് പോട്ടെ, തല്ലാൻ നടക്കുന്നവരാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞു കൊടുക്കില്ലേ? വെറുതെ എന്തിനാച്ചാ ഞങ്ങളുടെ ജീവിതം വഴി മുടക്കി ഇങ്ങനെ നിൽക്കുന്നേ? ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈ കടത്താതിരിക്കുക. ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ചു, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല. ഇങ്ങനെ ഒരു അച്ഛനില്ലെന്ന് ഞാൻ കരുതിക്കോളാം. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയില്ലേ? അതും പറഞ്ഞ് സുഭാഷ് കൈ കൂപ്പാണ്. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. താൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് സുഭാഷ് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി. അത്രയ്ക്ക് ടെൻഷനായിരുന്നു സുഭാഷിനുള്ളിൽ. സുഭാഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഒന്നാമത്തെ കാര്യം വരുന്ന ആലോചനകളെല്ലാം മുടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. കുടുംബത്തിൽ പെണ്ണുങ്ങളില്ല, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ കൊന്നവനാണ് ഭാസ്കരൻ എന്നുള്ള കാര്യം അറിഞ്ഞു കഴിയുമ്പം ആരെങ്കിലും പെണ്ണുങ്ങളെ അങ്ങോട്ടേക്ക് വിടുവോ? അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇതേ സമയം സൂര്യയുടെ അടുത്തേക്ക് അരുണ് സാന്ദ്രയും കൂടെ വരുവാണ്. അരുൺ സാന്ദ്രയും കൂടെ വന്നിട്ട് അരുൺ പറഞ്ഞു, അതെ നിങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് വാ. ആര്? അല്ല നിധി സൂര്യയും കൂടെ. അല്ല അതെന്താ ഇപ്പം അങ്ങനെ പറയാൻ കാരണം? എൻ്റെ അളിയ ഈ വീടിനകത്ത് തന്നെ ഇങ്ങനെ കയറിയിരിക്കേണ്ട കാര്യമുണ്ടോ? കാരണം നിധിക്ക് നിങ്ങളെ അത്ര പരിചയമില്ല, നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് കാണുന്ന പോലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടായിരിക്കുമല്ലോ, മനസ്സ് പറയാൻ സംസാരിക്കാൻ കാണുമല്ലോ. അപ്പോൾ സാന്ദ്രയാണ് ഈ ട്രിക്ക് പറഞ്ഞേ, സൂര്യയുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അറിയാമെന്നൊക്കെ. അതുകൊണ്ട് അളിയ പോയിട്ട് വരാൻ പറയണം. അപ്പോഴേക്ക് സൂര്യ പറഞ്ഞു, ഈ അളിയ എന്നുള്ള വിളി എനിക്കതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല, സൂര്യ എന്ന് വിളിച്ചാൽ മതി എന്നെ. അല്ല അത് പിന്നെ എനിക്കതാ ഇഷ്ടം, ഞാൻ അരുണെന്നല്ല വിളിക്കുന്നേ. അപ്പം പിന്നെ എന്നെ അളിയനെ വിളിക്കേണ്ട കാര്യമില്ല. ആയിക്കോട്ടെ, എങ്കിൽ സൂര്യ നിധിയും കൂട്ടിക്കൊണ്ട് ചെല്ല്.
അത് എനിക്കാണെങ്കിൽ ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ. അതിനല്ലേ ഡ്രൈവർ താഴെ ഉണ്ടല്ലോ. നിങ്ങൾ കയറി ഇരുന്നാൽ മാത്രം മതി. നിങ്ങൾ പരസ്പരം മനസ്സുറന്ന് സംസാരിക്കുക. നിങ്ങൾ കുറച്ച് അടുപ്പമൊക്കെ വേണ്ടേ? അടുത്ത ദിവസം കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സൂര്യ പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയണ. അങ്ങനെ എന്ത് ചെയ്തു? ഒടുവിൽ സുധീഷിൻ്റെ അടുത്തേക്ക് അരുൺ ചെന്നു. അരുൺ ചെന്നിട്ട് സുധീഷിനോട് പറഞ്ഞു ദേ ഇപ്പം നിനക്കൊരു ഓട്ടം ഉണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഓട്ടം പോകുന്ന കൊള്ളാം, മര്യാദയ്ക്ക് നോക്കിയും കണ്ടും പോയിട്ട് വേണം വരാനായിട്ട്. എൻ്റെ അനുജത്തി പിന്നെ എൻ്റെ അളിയനും, അയ്യോ അളിയനല്ല സോറി സൂര്യയും കൂടെയാണ് പോകുന്നത് അറിയാലോ. അതൊക്കെ ഞാൻ ശരിക്കും നോക്കിക്കോളാം സാറേ. എനിക്ക് ഒരു തവണ ഒരു അബദ്ധം പറ്റിയെന്ന് ഓർത്തോണ്ട് ഇനി അങ്ങനെയൊന്നും അബദ്ധം പറ്റാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും സാന്ദ്ര നിധിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നിധി അറിയാലോ, നീ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയണം സൂര്യയുടെ. അപ്പോൾ സൂര്യയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാം. അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാം നിന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന്, നിന്റെ സ്വപ്നങ്ങളൊക്കെ പൂവണിയോന്ന്. ഞാൻ പറയാം സാന്ദ്രേച്ചി, പക്ഷേ അയാളുടെ സ്വഭാവം വെച്ച് അയാൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വഴിയില്ല. ഒന്ന് പറഞ്ഞു നോക്ക്, ഈ യാത്ര ചിലപ്പോൾ അതിന് ഉപകരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സൂര്യ ഫ്രണ്ടിൽ കയറാൻ തുടങ്ങിയപ്പോൾ അരുൺ പറഞ്ഞു അയ്യോ ഫ്രണ്ടിലല്ല ബായിക്ക് കയറുക, നീതിയുടെ അടുത്ത് ഇരിക്കാൻ പറയണം. അങ്ങനെ നീതിയുടെ അടുത്ത് കയറിയിരുന്നു. അത് കണ്ടപ്പോൾ സുധീഷിന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. അവൻ കയറിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഇവനെ പോലുള്ള ഒരുത്തനാണോ നിധിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്? നല്ലൊരു പെങ്കൊച്ചായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും നിധിയെ നോക്കാതിരിക്കാണ്ട് സുധീഷിന് കഴിഞ്ഞില്ല. സുധീഷ് കണ്ണാടി ഇങ്ങ് തിരിച്ചു വെച്ചു ബാഗ് വശത്തേക്ക്. എന്നിട്ട് ആ കണ്ണാടി കൂടെ ഇങ്ങനെ നിധിയെ തന്നെ നോക്കുകയാണ്. നിധിയുടെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. കാർ സ്റ്റാർട്ട് ചെയ്ത് ഇത്തിരി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര അസ്വസ്ഥനാകാൻ തുടങ്ങി സൂര്യ. എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല. അല്ല ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇനി ഹോൺ അടിച്ചുകൊണ്ടിരിക്കണേ? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു ഹോൺ അടിക്കണം സാറെന്ന് പറയണ. ഹോൺ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഏതെങ്കിലും വണ്ടി വന്ന് മണ്ടയ്ക്ക് കയറും പഠിച്ചോളും. ഇയാളിത് എവിടെ നിന്ന് വന്നവനാ? ഇയാളുടെ മട്ടും ഭാവവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ ഓസ്ട്രേലിയ ജനിച്ചു വളർന്നെന്ന് തോന്നും. കുറച്ച് കാലം അയാൾ പോയിട്ട് അയാളുടെ അഹങ്കാരത്തിൻ്റെ കുറവില്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു. അതേസമയം നിധി അവനെ തന്നെ നോക്കുകയാണ്, സൂര്യനെ തന്നെ നോക്കുകയാണ്. സൂര്യനെ മൈൻഡ് ചെയ്തിരിക്കുക. എന്തൊരു ചൂടാ, എനിക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. അല്ല എ സി ഇല്ലേ ഇതിനകത്ത്? എ സി ഫുള്ളാ സാറേ. സമ്മതിച്ച് തന്നിരിക്കണം. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഓസ്ട്രേലിയ ഒന്ന് ചെന്നാൽ മതി. അവിടെ ഇങ്ങനെയൊന്നും അല്ല. അവിടെ ഈ ഓണടിയും കാര്യങ്ങളും ഇല്ല, ഇത്രയും ചൂടും ഇല്ല, എപ്പോഴും നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിധിക്ക് മനസ്സിലായി. ഇനി പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലേ പണി പാളൂന്ന്. എനിക്ക് കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാ പറഞ്ഞാട്ടെ എന്താ കാര്യങ്ങളെന്ന്. നിധിക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറയാണെങ്കിലും ഞാൻ കേട്ടോളാം. പറയാണ്. അല്ല അത് പിന്നെ ഞാനൊരു ഗോൾഡ് മെഡലിസ്റ്റാണെന്നറിയാലോ. അത് ഏതോ ഒരു ലോക്കൽ കോളേജിൽ പഠിച്ചിട്ട് കിട്ടിയതല്ലേ. അപ്പോഴേക്കും നിധിയുടെ മുഖം മാറി. കണ്ണാടി കൂടി ഇതൊക്കെ സുധീഷ് കാണുന്നുണ്ടായിരുന്നു. അത് ലോക്കൽ കോളേജൊന്നും അല്ല, ഞാൻ അവിടെ സംസാരിച്ച കാര്യങ്ങൾ എൻ്റെ ഫോണിൽ വീഡിയോ ആയിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കുക. അപ്പോൾ എൻ്റെ അംബീഷനും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. സൂര്യ പറഞ്ഞു എനിക്കതൊന്നും കേൾക്കാൻ സമയമൊന്നുമില്ല, നീ പറഞ്ഞാൽ മതി. അപ്പോഴേക്കും നിധി പറഞ്ഞു അതെ എനിക്ക് ഓസ്ട്രേലിയ വന്നാലും നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം. പഠിക്കണമെന്നാ? അതെ നന്നായിട്ട് പഠിക്കണം. പിന്നെ നല്ലൊരു ആർക്കിടെക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യണം. അതൊക്കെ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്. അങ്ങനെ 3-4 വർഷത്തിനുള്ളിൽ തന്നെ എനിക്കങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. അപ്പം നീ പഠിക്കാൻ പോകാൻ തീരുമാനിച്ച? അതെ, ഞാൻ അവിടുത്തെ കുറച്ച് യൂണിവേഴ്സിറ്റിയിലെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പോലെ അല്ല അവിടെ. അപ്പം ചെന്ന ഉടനെ കല്യാണം കഴിഞ്ഞ് ചെന്ന ഉടനെ പോകണം. അപ്പം നീ രാവിലെ കോളേജിൽ പോയിട്ട് വൈകുന്നേരം വരത്തുള്ളൂല്ലേ? അതെ, രാവിലെ കോളേജിൽ പോയിട്ട് വൈകുന്നേരം വരത്തുള്ളൂ. എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സൂര്യ പറഞ്ഞു കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഞാനെന്തിനാ നിന്നെ കല്യാണം കഴിക്കണമെന്നറിയാവോ? എനിക്ക് ഒരു ഭാര്യയാണ് വേണ്ടത്, അല്ലാതെ പിന്നെ കോളേജിൽ പോകുന്ന പെണ്ണിനല്ല വേണ്ടത്. എൻ്റെ അമ്മ നന്നായിട്ട് ആഹാരം പാചകം ചെയ്യും. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം ഞാൻ ഈ നാട്ടുമ്പുറത്ത് നിന്ന് തന്നെ കല്യാണം കഴിക്കാൻ കാരണം തന്നെ എന്താണെന്നറിയാമോ? നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഓർത്തിട്ടാ. അല്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയ ഇഷ്ടംപോലെ ആലോചനകൾ വന്നാ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. എനിക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണിനെയാണ് വേണ്ടേ. എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് നല്ല രുചിയുള്ള ആഹാരമൊക്കെ തന്ന് എന്നെ പറഞ്ഞു വിടുന്നവളായിരിക്കണം. അത് മാത്രമല്ല പോയിട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് വേണ്ടി കാത്തു വയ്ക്കണം. നല്ല ഡ്രസ്സൊക്കെ എടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കണം. അതോടൊപ്പം തന്നെ പിന്നെ 1 വർഷത്തിനുള്ളിൽ എനിക്കൊരു കുഞ്ഞും വേണം. കുഞ്ഞോ? അപ്പോഴേക്കും നീതി പറഞ്ഞു എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാലോ, എനിക്ക് 3-4-5 വർഷം കഴിഞ്ഞിട്ട് മതി സെറ്റിൽഡ് ആവുന്നത്. കുഞ്ഞും കാര്യങ്ങളൊക്കെ അതിന് ശേഷം മതി. അപ്പം അത്രയുണ്ടല്ലേ? പക്ഷെ എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം തന്നെ ഒരു കുഞ്ഞു വേണം.
ഞാനൊരു ദാമ്പത്യ ജീവിതം നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കുഞ്ഞ് കുടുംബം അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം കേട്ടപ്പോൾ നിധിക്ക് മനസ്സിലായി നിധിയുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയെന്ന്. അപ്പോഴേക്കും നിധി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഇനി നിർത്തുന്നുണ്ടോ, എനിക്കിനി കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. പിന്നെ നിധി ഒന്നും മിണ്ടിയില്ല. സുധീഷിന് മനസ്സിലായി രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ വേറെ വേറെയാണ്. ഈ കാട്ടാളിനോടൊപ്പം ഈ മാൻപേട പോലത്തെ ഈ പെങ്കുച്ചി ജീവിച്ച എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത സുധീഷിന് മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സുഭാഷ് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നികേഷും സുധീഷോട് സംസാരിക്കുക. ഫോണിനകത്ത് സുധീഷ് നിധിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കണം. എന്ന് നോക്കിയേ, ഈ പെങ്കൊച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇവളുടെ കല്യാണം വന്നേ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിലേ ആ ചെക്കനെ ഒട്ടും ആ പെങ്കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത്. അതിൻ്റെ പെരുമാറ്റം കാര്യങ്ങളും തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോഴേ ഹരീഷ് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എടാ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഈ കുരുവിരിപ്പ് തീർന്നില്ലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ സുഭാഷ്, എടാ സുധീഷെ, നീയോ നശിച്ചു, നീ ആ നികേഷിനെ കൂടെ നശിപ്പിക്കില്ലേ, ഒന്നും പോരട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പോഴേക്കും ഭാസ്കരൻ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. ഭാസ്കരന് ചെറിയ കുപ്പിയൊക്കെ എടുത്തോണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഭാസ്കരൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കുമാണ് സുനുവിൻ്റെ വരവ് അങ്ങോട്ട്. അമ്മായിയുടെ മോള് സുനു വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചിക്കൻ്റെ ഒക്കെ മണം വരുന്നു. ആഹാ, ഇന്ന് സുഭാഷേട്ടാ ചിക്കൻ കറിയാണോ, കൊള്ളാലോ. ചിക്കൻ 65 ആണ്, ചിക്കൻ 65 തന്നെയാണ്. ഓ കൊള്ളാം. അല്ല കല്യാണമൊക്കെ എങ്ങനെയായി എന്ന് ചോദിച്ചു. അത് ശരിക്കും ഒരു പണി തന്നാന്ന് മനസ്സിലായി. അവളുടെ ആഗ്രഹം കല്യാണം മുടങ്ങാനായിരുന്നു. കല്യാണം മുടങ്ങിയല്ലോ. സുനുവിന് ഭയങ്കര ഇഷ്ടമാണ് സുഭാഷിനെ. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അത് പിന്നെ കല്യാണം മുടങ്ങി. കല്യാണം മുടങ്ങിയോ? അപ്പം നികേഷ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്താട്ടാ അങ്ങനെ പറഞ്ഞേ, കല്യാണം എങ്ങനെയാണ് മുടങ്ങിയത്? ഭാസ്കരൻ പറഞ്ഞു, അത് കുറച്ച് നാട്ടുകാരുണ്ടല്ലോ അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഭാസ്കരൻ പറഞ്ഞു, നാട്ടുകാരൊന്നുമല്ല, ഈ നിൽക്കുന്ന ഒരുത്തിയുണ്ടല്ലോ അവളുടെ ബന്ധുക്കാരിയാ പറഞ്ഞു കൊടുത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അത് അറിയാലോ, വല്യച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, അതുകൊണ്ടാ. അപ്പോഴേക്കും ഭയങ്കര ടെൻഷനായിപ്പോയി നികേഷിന്. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. സുനു ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥ സുനു നിൽക്കുകയാണ്. സുനിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, കല്യാണം മുടങ്ങിയല്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ സുഭാഷേണ് വേറെ കല്യാണം വരാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും സുനു പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, എനിക്ക് സുഭാഷേനെ ഇഷ്ടമാണ്, നമുക്ക് ഉണ്ടാക്കണോ കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കണം. നീ എന്താടി പറഞ്ഞെന്ന് ചോദിച്ചു. ഓ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഭാസ്കരൻ പറഞ്ഞു, നല്ല കഥയായി, നീ ആ ചെരുപ്പും കെടുത്തടാ, അത് വെച്ച് അവൾക്കിട്ടണം കൊടുക്കട്ടെ. അവള് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു, പെങ്ങളുടെ മോളാണെന്ന് നോക്കത്തില്ല, ഞാൻ ദണ്ഡം വെച്ച് തരൂ എന്നും പറഞ്ഞിട്ട് ഭാസ്കരൻ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.